Database administrator. Database administrator is a person having central control over data and programs accessing the data. Database administrator എന്ന് പറയുന്ന പേഴ്സണ് ഒരു സെൻട്രൽ കൺട്രോൾ ആയിരിക്കും. ആ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയിലോട്ടും അതുപോലെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്ത പ്രോഗ്രാമിലോട്ടുമായിരിക്കും. ഡ്യൂട്ടീസ് ഓഫ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഇൻക്ലൂഡ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഡ്യൂട്ടീസ് ഓൺ ബൈ ഒൺ ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്കീമ ഡെഫിനിഷൻ. The creation of original database schema. This involves writing a set of definition in a DDL. സ്കീമ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കീമ മീൻസ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DDL സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്ത് സെറ്റ് ഓഫ് ടേബിൾസ് ഡിഫൈൻ ചെയ്യുക, അതാണ് സ്കീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം DDL സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് നേരത്തെ പറഞ്ഞതുപോലെ ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ് മൂന്നെണ്ണമാണ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഡേറ്റ സ്റ്റോർ ആൻഡ് data definition language compiled by DDL compiler into a set of tables stored in the data dictionary. Data ഈ പറയുന്ന ക്രിയേറ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സ്കീമയുടെ ഡെഫിനിഷൻസ് സ്റ്റോർ ചെയ്യുന്നത് ഡേറ്റ ഡിക്ഷണറിയിലാണ്. സ്റ്റോറേജ് സ്ട്രക്ചർ ആൻഡ് ആക്സസ് മെത്തേഡ് ഡെഫിനിഷൻ. റൈറ്റിംഗ് എ സെറ്റ് ഓഫ് ഡെഫിനിഷൻസ് ട്രാൻസ്ലേറ്റഡ് ബൈ ദ ഡേറ്റ സ്റ്റോറേജ് ആൻഡ് ഡെഫിനിഷൻ ലാംഗ്വേജ് കമ്പൈലർ. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ടേബിൾ ഡെഫിനിഷൻ യൂസ് ചെയ്യുകയും അതിന് വേണ്ടുന്നുള്ള ഡേറ്റകൾ ഇൻസേർട്ട് ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ഡേറ്റ സ്കീമ ആൻഡ് ഫിസിക്കൽ ഓർഗനൈസേഷൻ മോഡിഫിക്കേഷൻ. റൈറ്റിംഗ് എ സെറ്റ് ഓഫ് ഡെഫിനിഷൻ യൂസിങ് ബൈ DDL കമ്പൈലർ ടു ജനറേറ്റ് മോഡിഫിക്കേഷൻ ടു അപ്രോപ്രിയേറ്റ് ഇന്റേണൽ സ്ട്രക്ചർ ടേബിൾസ്. ദിസ് ഈസ് done rarely, but sometimes the database schema or physical organization must be modified. എന്തെങ്കിലും രീതിയിൽ ഡേറ്റാബേസിന് മാറ്റം വരുത്തുകയോ മറ്റോ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ DDL സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. DDL സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് ഡേറ്റാ ബേസിന് മാറ്റം വരുത്തുന്നത് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ സ്കീമ മാറുകയാണ്. ഇൻറ്റേർണൽ സ്കീമ മാറുന്നതിനെയാണ് ഫിസിക്കൽ സ്കീമ എന്നൊക്കെ പറയുന്നത്. Organization granting of authorization for access data. Granting different types of authorization for data access to various users. യൂസേഴ്സിന് ഡേറ്റാബേസിൻ്റെ ആക്സസ് പ്രൊവൈഡ് ചെയ്യുക, ഏതൊക്കെ യൂസേഴ്സിന് ഏതൊക്കെ ലോഗിൻ വേണമെന്ന് പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ സ്പെസിഫിക്കേഷൻ. ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ സ്പെസിഫിക്കേഷൻ മീൻസ് നമുക്ക് ഡേറ്റാബേസ് സ്റ്റോർ ചെയ്തേക്കുന്ന ടേബിളിൽ കൺസ്ട്രെയിൻസ് എല്ലാം കൊടുക്കാൻ പറ്റും. ഈ കൺസ്ട്രെയിൻസ് എല്ലാം സ്പെസിഫൈ ചെയ്യുന്നതും ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ദീസ് ആർ കൺസൾട്ടഡ് ബൈ ദ ഡേറ്റാബേസ് മാനേജർ മൊഡ്യൂൾ വെനെവർ അപ്ഡേറ്റ് ഒക്കേഴ്സ്. സിക്സ്ത് എന്ന് പറയുന്ന റൂട്ടീൻ മെയിൻ്റനൻസ്. ആരൊക്കെ ഏതൊക്കെ എപ്പോഴൊക്കെ ഡേറ്റാബേസിൽ കയറി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കംപ്ലീറ്റ് ലോഗ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നതും ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് സെൻട്രൽ ഓവറോൾ കൺട്രോൾ ഓഫ് ഡേറ്റ ആൻഡ് പ്രോഗ്രാംസ് ടു ആക്സസ് ദ ഡേറ്റ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് സ്കീമ ഡിഫൈൻ ചെയ്യുക. സ്കീമ മീൻസ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത ടേബിളും അതുപോലെ ഡേറ്റാബേസിലുള്ള കണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ രണ്ടാമത്തൊന്ന് സ്റ്റോറേജ് സ്ട്രക്ചർ ആൻഡ് ആക്സസ് മെത്തേഡ് ഡെഫിനിഷൻ. ഏത് രീതിയിൽ എടുക്കണമെന്നുള്ളതും അതിൻ്റെ ആക്സസ് ഡെഫിനിഷൻസും റൈറ്റ് ചെയ്യുക. മൂന്നെന്ന് പറയുന്നത് സ്കീമ ആൻഡ് ഫിസിക്കൽ ഓർഗനൈസേഷൻ മോഡിഫിക്കേഷൻ. നമുക്ക് എന്തെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താൻ ഫിസിക്കലാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഇൻഡിപെൻഡൻസും അതുപോലെ ലോജിക്കലാണെങ്കിൽ ലോജിക്കൽ ഇൻഡിപെൻഡൻസും ഒക്കെ വരുത്തുന്നതും ഒക്കെ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. ഗ്രാൻഡിങ് ഓഫ് ഓതറൈസേഷൻ ഫോർ ആക്സസ് ഡേറ്റ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസേഴ്സിന് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. അഞ്ചാമത്തേന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ സ്പെസിഫിക്കേഷൻ. ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് കണ്ടീഷൻസ് വെച്ച് ടേബിൾസിനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നതാണ് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ പറയുന്നത്. ആറെന്ന് പറയുന്നത് റൂട്ടീൻ മാനേജ്മെൻറ്റ്. ശരിക്കും ഡേറ്റാബേസിലോട്ട് അല്ലെങ്കിൽ DBM സോഫ്റ്റ്വെയറിലോട്ട് കയറുന്ന എല്ലാ രീതിയിലുള്ള ലോഗ്സും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി. ഇതല്ലാതെ ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്.